ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഓണമൊക്കെ ആയിട്ട് എനിക്ക് നല്ല സുഖമല്ല. ഞാനൊന്ന് വീണു, വണ്ടിയിൽ നിന്ന് വീണതാണ്. അപ്പോൾ ഒടിവൊന്നുമില്ല, ചതവുണ്ട്. ശരീരം മൊത്തം ചതഞ്ഞ് വേദനയായിരുന്നു. ഇപ്പൊ കൈ മാത്രമായി. ഇത്താടെ വീട്ടിലേക്ക് പോയതാണ്. പോണ വഴിക്ക് വണ്ടി റൈസായി, അങ്ങനെ ചാടി കവന്തടിച്ച് പറന്ന് വീഴാന്നൊക്കെ പറയില്ല, അതേപോലെ വീണതാണ്. ഇപ്പൊ കുറച്ച് വേദന ഉണ്ട്. ഓണമൊക്കെ ആയിട്ട് വീഡിയോസുകളൊക്കെ പുറത്തു പോയി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറെ നമ്മുടെ ഓണച്ചന്തയൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂര്, അതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. വേദന കൊണ്ട് ഒന്നും വയ്യ, പോവാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളോട് ഓണായിട്ട് എന്തെങ്കിലും സംസാരിക്കണം. എന്റെ കുറെ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചെങ്കിലും നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട് വേദനയായാലും ഞാൻ വന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. പുറത്തു പോയി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അവിടെയൊക്കെ നല്ല രസമാണ് ഈ ഓണത്തിന്. ഞാൻ എപ്പോഴും വിചാരിക്കും എടുക്കണം, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതൊക്കെ മുടക്കാൻ വരാറ്. ഈ കൊല്ലം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. വീഡിയോ അമ്പലത്തിന്റെ അവിടെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ ഉള്ളിലൊന്നും കയറി എടുക്കണം എന്നല്ല കേട്ടോ. നമ്മളിപ്പോ വിവാദമായിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ചും കൂടെ സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നമ്മുടെ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, നല്ല ഒരു ഞാൻ മിക്കപ്പോഴും ആളുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആളിപ്പോ ചെയ്ത ആ ഒരു സംഭവം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനെക്കുറിച്ചും എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ജാസ്മിൻ ജാഫർ എന്താ ചെയ്തതെന്ന് നോക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടത്തും. അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജുരാജ് പറയും. അർജോദ്, ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ കഴുകുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളം ശുദ്ധി വരുത്തും. നമ്മൾ ഒരാളുടെ ഒരു നിഷേധപരമായ, അറിവില്ലായ്മപരമായോ നിഷേധം, അതെന്തോ ആവട്ടെ, അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ ചെലവ് ആര് വഹിച്ചു എന്നുള്ളതല്ല, ചെലവ് ജാസ്മിൻ ജാഫറിനെ കൊണ്ട് തന്നെ വഹിപ്പിക്കുമെന്നൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കണ്ടത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ചെയ്തത് വളരെ തെറ്റല്ലേ. നമ്മൾ പല പോസ്റ്റുകളും കണ്ടു, മനുഷ്യ സ്ത്രീ കാലു കഴുകിയെന്ന് വെച്ചിട്ട് അശുദ്ധിയാവുന്നതാണോ ഒരു കുളം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യ സ്ത്രീ കാലു കഴുകിയാൽ അശുദ്ധി ആവില്ല. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ സിരകളിൽ കൂടെ ഓടുന്നതൊക്കെ ഒരേ രക്തമാണ്. നമ്മൾ മതം മാറ്റിവെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. എനിക്ക് എന്റെ വിശ്വാസം വലുതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നതും നമ്മളുടെ ഒരു പ്രവർത്തികളിൽ ഒന്നായിരിക്കേണ്ട സംഭവമാണ്. എന്റെ വിശ്വാസം എനിക്ക് വലുതായതുപോലെ തന്നെ അവർക്കും അവരുടെ വിശ്വാസവും വലുതാണ്. അവർക്ക് ഓരോ കാര്യങ്ങളിലും നിയമങ്ങളും ഒക്കെ ഉണ്ടാവും. ആ നിയമങ്ങളൊക്കെ നമ്മൾ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാല് കഴുകി അശുദ്ധിയാവുമെന്ന് ചോദിച്ചാൽ അവരവിടെ ആ ഹിന്ദുക്കൾ കാല് കഴുകാൻ പാടില്ല എന്നാണെങ്കിൽ അത് കാല് കഴുകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ വലിയൊരു തെറ്റാണ് ചെയ്തത്, വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നത് അവിടെ ഒരു കോടതി നിയമം തന്നെയുണ്ട്. അവര് ആ നിയമലംഘനം കൂടിയാണ് ചെയ്തേക്കുന്നത്, വീഡിയോ എടുക്കരുത് എന്നുള്ളത്. അതുപോലെ കുറച്ച് നാൾക്ക് മുമ്പ് അവിടെ കേക്ക് മുറിച്ച് അങ്ങനെ വിവാദമൊക്കെ ആയതാണ്. പിന്നെ ഒരു കൃഷ്ണന്റെ പടം വരച്ച് അങ്ങനെ കുറെ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഇതിപ്പോ ജാസ്മിൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ എത്ര ബുദ്ധിമുട്ടായി, എത്ര ആളുകളുടെ ഭക്തരുടെ ഇതാണ് മുടങ്ങിപ്പോയതൊക്കെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് ബാക്കിയായത്, വേറെ ഒന്നും ബാക്കിയായില്ല. ആ റീൽസ് കൊണ്ടൊരു ഉപകാരം ജാസ്മിൻ ഉണ്ടായില്ല. മറ്റുള്ളവരുടെ മതത്തിൽ കയറി ചെന്ന് അവരുടെ മതത്തിനെ, അവരുടെ വിശ്വാസത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം. നമ്മളേതായ വിശ്വാസത്തിനെ മാനിച്ചുകൊണ്ടും അവരുടെ വിശ്വാസത്തിനെ മാനിച്ചുകൊണ്ടും നമ്മൾക്ക് പങ്കെടുക്കാം. എനിക്ക് ഹിന്ദു ഫ്രണ്ട്സുകൾ ഒരുപാടുള്ളതാണ്. കൂടുതലും
ചെറുപ്പം മുതലേ തന്നെ ഹിന്ദു ഫ്രണ്ട്സുകളാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ എൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയോ അവരുടെ വിശ്വാസങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഞങ്ങള് പരസ്പരം എന്താ പറയാ, ഞങ്ങൾ ആഘോഷങ്ങൾ വരാൻ കാത്തിരിക്കുന്നവരാണ്. എൻ്റെ ആഘോഷം വരാൻ അവരും, അവരുടെ ആഘോഷങ്ങൾ വരാൻ ഞാനും കാത്തിരിക്കുന്നതാണ്. ഞാൻ മദ്രസയിൽ പോകുന്ന സമയത്തൊക്കെ ഇവര് ഓണത്തിന് ഞാൻ മദ്രസ വിട്ട് വരുന്നത് വരെ ഇവര് കാത്തിരിക്കും, ഭക്ഷണം പോലും കഴിക്കാണ്ട് എന്നെ കാത്ത് എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടാവും. ഞാൻ മദ്രസയിൽ നിന്ന് 10 മണിയാവും, അന്ന് 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വരും. പിന്നെ 10 മണിക്ക് ശേഷം പോവില്ല കേട്ടോ, മടിച്ചായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പത്തെ പോലെ ഏഷ്യാനെറ്റ് അങ്ങനത്തെ ഒന്നുമില്ല, കേബിള് ഒന്നുമില്ലല്ലോ. നമ്മള് ദൂരദർശനിൽ വരുന്ന പരിപാടി, അത് ഓണത്തിന് ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളത്. നമ്മളെ വീട്ടിൽ TV ഇല്ല. അപ്പൊ നമ്മൾ ഈ ഓണപരിപാടിയും കൂടെ കാണാം, അവരെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ വലിയ കാര്യങ്ങളായിരുന്നു അന്നത്തെ. എന്ത് രസമായിരുന്നു അല്ലേ, ഊഞ്ഞാലാടുക. ഞാനൊക്കെ അത് എൻജോയ് ചെയ്ത് വളർന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും എനിക്ക് ആ കുട്ടികളുടെ വീട്ടില് ഇപ്പോഴും അവര് എനിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും പോയിട്ട് എനിക്ക് ഓണം ഉണ്ടാവും. എൻ്റെ പെരുന്നാളിന് അവര് വരാറുണ്ട്. അതൊക്കെയാണ് നമ്മളെ സന്തോഷത്തിന്റെ ഓർമ്മകളാണ് അതെല്ലാം. ഇപ്പോഴത്തെ ഈ അക്രമവും ജാതി മത ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ കാലമൊക്കെ ഓർമ്മ വരും. ഞങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരിക്കലും ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ രാവിലെ തന്നെ, ഞങ്ങൾ നെബീസ്ത ഉണ്ട് ഞങ്ങൾക്ക് പണ്ട്. എൻ്റെ ഉമ്മയുടെ പേര് നെബീസാണ് കേട്ടോ, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു നെബീസ്ത ഉണ്ടായിരുന്നു. നെബീസ്ത ഒരു കൊട്ട ഉണ്ടാക്കി തരും. ആ കൊട്ടയിൽ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും സുബിതയും സൗമ്യയും ചിഞ്ചും ഒക്കെ പോയിട്ട് പൂ പറിക്കും. എന്നിട്ട് പൂ പറിച്ച് ഞങ്ങൾ ഓണക്കള ഇടും. അവര് അവരുടേതായ ആചാരപ്രകാരമാണ് ഓണക്കള ഇടുന്നതും അത് പൂജിക്കും. ഞാൻ വെറുതെ എനിക്കറിയില്ല ഒന്നും, എന്റെ സന്തോഷം അതൊക്കെയാണ്. ഞാൻ അതുകൊണ്ട് ഹിന്ദുവായി പോയിട്ടൊന്നുമില്ല. ഹൈന്ദവ ആചാരത്തിന്റെ കാര്യങ്ങളിലേക്ക് പോവാതെ അവരിൽ പങ്കാളിയായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹിന്ദു ആവണമെന്നൊന്നുമില്ല. നമ്മളെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന് നമ്മൾ ആ സൗഹൃദം നിലനിർത്തുക എന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് അത് വെളിപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മളെ മതം മാത്രമാണ് വലുത്, അവരുടെ മതമൊന്നും കൊള്ളൂല അങ്ങനെയൊന്നും പറയുന്നതിനേക്കാട്ടിലും എത്രയോ സുന്ദരമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ ബാല്യത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടുകൂടി അവരെ വീട്ടിലാണ്, പിന്നെ വൈകുന്നേരം ആവും തിരിച്ചു വരാൻ. പാട്ടുകളും ഊഞ്ഞാലാട്ടും. എനിക്ക് ഊഞ്ഞാലാടാൻ ഭയങ്കര പേടിയാണ്. എന്നെ ബാക്കിൽ നിന്ന് ഉന്തിയിട്ട് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ മൊബൈലുകളും ഇപ്പൊ കുറേ മാറിപ്പോയി. പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു സ്നേഹവും സ്നേഹബന്ധവും കണ്ടാണ് നമ്മുടെ മക്കള് വളരേണ്ടത്. അല്ലാതെ മറ്റൊരാളെ വിശ്വാസത്തിൽ കയറി കൈകടത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും പിന്നെ അതിനെതിരെ കുറെ വിമർശനങ്ങൾ വരികയൊക്കെ ചെയ്യാതെ നല്ല സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ആവട്ടെ നമ്മുടെ ഈ ഓണവും പെരുന്നാളും എല്ലാം നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ കൊണ്ടാടാം. ഓരോരുത്തരെ ആചാരങ്ങളും ഓരോരുത്തരെ വിശ്വാസങ്ങളും അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ പടച്ചോൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഹൃദയം നമ്മുടെ എങ്ങനെയാണോ എന്നാണ് നോക്കുന്നത്, പുറമോടികളിലേക്കല്ല പടച്ചോൻ നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്നാണ് നോക്കേണ്ടത്. എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പം എൻ്റെ വീഡിയോവും എൻ്റെ ഈ വർത്തമാനങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പം ഒരിക്കൽ കൂടെ ഓണാശംസകൾ പറഞ്ഞിട്ട് ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.